ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്ഡേഷനാണ്. ഇന്ന് രാവിലെ ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞു. ഈ 7ൻ്റെ പണി ആയതുകൊണ്ടായിരിക്കാം ക്യാപ്റ്റൻസി ടാസ്കിന് അക്ബർ, നിവിൻ, ആര്യൻ ഇവരായിരുന്നു നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിഗ് ബോസ് ഇവരെ 3 പേരെയും ഒരു ടാസ്കും ഒന്നും ഇല്ലാതെ ക്യാപ്റ്റൻ ആക്കുകയാണ്. അക്ബർ ക്യാപ്റ്റൻ ആകണം എന്നുള്ളതൊരു ബിഗ് ബോസിൻ്റെ ആഗ്രഹമായിരുന്നു എന്ന് തോന്നുന്നു. ഇതിൽ ഏറ്റവും വിഷമിച്ചത് അനുമോളാണെന്ന് തോന്നുന്നു. പിന്നീട് അവർക്ക് നോമിനേഷൻ ഫ്രീ ഇല്ല എന്ന് പറഞ്ഞപ്പം എല്ലാവരും ഭയങ്കര ഹാപ്പി ആവുന്നതും കണ്ടു. എന്നാൽ എന്തായാലും അക്ബറും ആര്യനും നിവിനും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കാണുന്നത്. പിന്നീട് നടന്നത് നോമിനേഷനായിരുന്നു. നോമിനേഷൻ എങ്ങനെയായിരുന്നു വെച്ചാൽ സ്പോട്ട് നോമിനേഷനായിരുന്നു. അതായത് ഇവർ ഡയറക്റ്റ് നോമിനേഷൻ ചെയ്യുന്ന സമയത്ത് വഴക്കുകൾ കൂടുന്നതുകൊണ്ടായിരിക്കാം സ്പോട്ട് നോമിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലിപ്പം അനീഷിനെയാണ് ആദ്യം വിളിച്ചിട്ടുണ്ടായിരുന്നത്. അനീഷ് സാബുമാനെയും നൂറേനെയാണ് ചെയ്തിട്ടുള്ളത്. വീക്ക് കണ്ടസ്റ്റൻ്റാണ്. നിവിൻ സാബുമാനെയും അനുമോളിയാണ്. വീക്ക് കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. പിന്നീട് ആര്യൻ ഷാനവാസിനെ ടാസ്ക് കളിച്ചില്ല എന്നുള്ളത് അനീഷിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു. അക്ബർ, ആദില, നൂറ വീക്ക് കണ്ടസ്റ്റൻ്റായിട്ട് പറഞ്ഞു. അനുമോളാണ് കൂടുതൽ കാര്യം പറഞ്ഞത്. അനുമോൾ നിവിൻ്റെ കാര്യം പറഞ്ഞു. ഫുഡിൻ്റെ നിവിനെ അക്ബറിനെയാണ് ചെയ്തിട്ടുള്ളത്, നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൽ നിവിനെ മോഹൻലാലും ബിഗ് ബോസ് നിവിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഒരു ആരോപണം പോലെ ഉന്നയിച്ചിട്ടുണ്ട്. ഷാനവാസാണ് ആര്യനെ പിന്നെ അനുമോൾ ഉത്തരവാദിത്തമില്ലാതെ പോയി ആര്യൻ ഫുഡൊക്കെ എടുത്ത് ചെയ്തു എന്നുള്ളത്. ആദില അക്ബറിനെയും അനീഷിനെയാണ് ചെയ്തത്. സാബുമാൻ നിവിനെയും അനീഷിനെയും ചെയ്തു. നൂറ അക്ബറിനെയും സേഫ് ഗെയിം കളിക്കുന്നതിന് ചെയ്തു. ആര്യനെയും ചെയ്തു. ഇപ്പം അനീഷിനും അക്ബറിനും 3 വോട്ടും ബാക്കി എല്ലാവർക്കും 2 വോട്ടുമാണ് കിട്ടുള്ളത്. ആരായിരിക്കും അടുത്ത തവണ എവിക്റ്റ് ആവുക നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ.